വലിയ രാഷ്ട്രീയ മത്സരം നടന്ന മണ്ഡലമാണ് ചാത്തന്നൂർ. അടിത്തട്ടിലായിരുന്നു മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ. ചാത്തന്നൂരിലെ NDA സ്ഥാനാർത്ഥി ഗോപകുമാർ റിപ്പോർട്ടർ TV-യോടൊപ്പം ചേരുകയാണ്. വലിയ രാഷ്ട്രീയ മത്സരം നടന്നു എന്നാണ് അടിത്തട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത്തവണ നിയമത്തിന് മുമ്പേ BJP ചാത്തന്നൂർ തൂക്കുമോ? നിയമത്തിന് മുമ്പേ BJP ചാത്തന്നൂർ തൂക്കും. 100% വിജയം ഉറപ്പായി കഴിഞ്ഞു. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് പ്രവർത്തകർക്കും ഞങ്ങൾക്കെല്ലാം ഉള്ളത്. ഇത് 3-ാം തവണയാണ് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഈ മണ്ഡലത്തിലുള്ള ആൾ തന്നെയാണ്. മറ്റ് 2 സ്ഥാനാർത്ഥികളും ഈ മണ്ഡലംകാരല്ല. അതൊരു അഡ്വാൻറ്റേജ് ആണെന്നാണോ വിശ്വസിക്കുന്നത്? തുടക്കത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ആയിട്ടുണ്ടോ അഡ്വാൻറ്റേജ്? അതെ, ആ മുൻഗണനയാണ് ഏറ്റവും അധികം ഉള്ളത്. മറ്റ് 2 പേരും പുറത്തുള്ളവർ. 2 തവണ മത്സരിച്ചു 2-ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ 1-ാം സ്ഥാനത്ത് എത്തിക്കണം, ചാത്തന്നൂർക്കാരൻ തന്നെ നിയമസഭയിലെത്തണം എന്ന വലിയ സജീവമായ ചർച്ച നടന്ന മണ്ഡലം തന്നെയാണ്. രാഷ്ട്രീയത്തിന് അതീതമായി. എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്? ഏറ്റവും കുറഞ്ഞത് 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും. വലിയ ആത്മവിശ്വാസത്തിലാണ്. തികഞ്ഞ ആത്മവിശ്വാസം. 10,000-ന് മുകളിൽ ഭൂരിപക്ഷം ചാത്തന്നൂരുണ്ടാവും. എന്തായാലും ഇത്തവണ നിയമത്തിന് മുമ്പ് ചാത്തന്നൂർ തൂക്കുമെന്നാണ് BJP-യുടെ സ്ഥാനാർത്ഥി പറയുന്നത്. 10,000 ഭൂരിപക്ഷവും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, റിപ്പോർട്ടർ, കൊല്ലം.